വരുമാനങ്ങളുമായും ഓഹരി വിപണിയിലെ ലാഭ വരുമാനങ്ങൾ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ കത്തിക്കുകയാണ് ഇസ്രായേൽ. അമേരിക്കയുടെ സമാധാന കരാറുകൾ കാറ്റിൽ പറത്തി അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ വകവെക്കാതെ ജനവാസ മേഖലകളിലും ആശുപത്രികളിലും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രായേൽ മിസൈലുകൾ പാഞ്ഞെത്തുന്നു. ഇതിനകം തന്നെ 40ഓളം ആളുകളെ, സാധാരണക്കാരെ ഇസ്രായേൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊലപ്പെടുത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വീട് വിട്ട് ഓടാൻ ഗാസ നിവാസികൾ വീണ്ടും നിർബന്ധിതരാവുകയാണ്. ക്യാമ്പുകളിൽ പോലും സാധാരണ തുണിമറച്ച ക്യാമ്പുകളാണ്, തുണിമറച്ച ഷെൽട്ടറുകളാണ്. ആ ഷെൽട്ടറുകളിൽ പോലും ആക്രമണം നടത്തുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലക്ഷ്യം മറ്റൊന്നുമല്ല, ഇസ്രായേലിൽ ഒക്ടോബർ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം. അത്രയും നാൾ ഈ ആക്രമണ പദ്ധതി തുടർന്നാൽ മാത്രമേ അവിടെ എന്തെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂവെന്ന് നെതന്യാഹു വിശ്വസിക്കുന്നു. ഒപ്പം ഉക്രൈൻ റഷ്യയെ ഞെട്ടിപ്പിക്കുകയാണ്. അതായത് ഉക്രൈൻ്റെ മിസൈലുകൾ ഒപ്പം ഡ്രോണുകൾ പാഞ്ഞെത്തുന്നത് റഷ്യയിലെ ജനവാസ മേഖലകളിലേക്കാണ്. ഒരു ബീച്ചിൽ നടത്തിയ ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞുൾപ്പെടെ 7 പേർ കൊല്ലപ്പെടുന്ന പശ്ചാത്തലം. ഒപ്പം ഇറാന് വീണ്ടും അമേരിക്കയുടെ മുന്നറിയിപ്പും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന്. ഈ വരുന്ന 1 മണിക്കൂർ ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യാം. ആദ്യം തലക്കെട്ടുകൾ. ഇറാൻ പൂർണ്ണമായും കീഴടങ്ങേണ്ടി വരുമെന്ന് ശക്തമായ മുന്നറിയിപ്പുമായി US. പുതിയൊരു ആണവ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറാകണമെന്ന മുന്നറിയിപ്പ്. ഇറാൻ ഭരണകൂടം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും കുറ്റപ്പെടുത്തൽ. അമേരിക്കൻ ഭീഷണികൾ മനഃശാസ്ത്ര യുദ്ധമെന്ന് വിലയിരുത്തി ഇറാൻ. ചർച്ചയുണ്ടെന്ന ട്രംപിന്റെ വാദം തള്ളി. അമേരിക്കൻ സമാധാന കരാർ കാറ്റിൽ പറത്തി ഗാസ ആക്രമണം തുടർന്ന ഇസ്രായേൽ. ഗാസയിലെ സാഹചര്യം അതീവ ഗുരുതരം. ആശുപത്രികളും ജനവാസ മേഖലകളും കേന്ദ്രീകരിച്ച ആക്രമണം. ഒക്ടോബറിൽ ഇസ്രായേലിലെ പൊതുതെരഞ്ഞെടുപ്പ് നെതന്യാഹുവിന്റെ ലക്ഷ്യമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. റഷ്യയെ ഞെട്ടിച്ച് യുക്രൈൻ ഡ്രോണുകൾ. തിരക്കേറിയ ബീച്ചിലെ ആക്രമണത്തിൽ 7 മരണം. പരിക്കേറ്റവരുടെ എണ്ണം 40ആയി. യുക്രൈൻ നഗരമായ സാപ്പോറീഷ്യയിലെ ജനവാസ മേഖലകളിൽ ഗ്ലൈഡ് ബോംബുകൾ വർഷിച്ച റഷ്യ. ഒരാൾ കൊല്ലപ്പെട്ടു, 31 പേർക്ക് പരിക്ക്. സംസ്ഥാനത്ത് മഴ ശക്തം. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ടയിലെ റാന്നി, തിരുവല്ല, ആറന്മുള മേഖലകൾ വെള്ളത്തിൽ തുടരുന്നു. MC റോഡിലും വെള്ളക്കെട്ട്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. PSC പരീക്ഷകളും മാറ്റിവെച്ചു. സർവകലാശാല പരീക്ഷകൾക്കും പൊതുപരീക്ഷകൾക്കും മാറ്റമില്ല. മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ പ്രളയമേഖലകൾ സന്ദർശിക്കും. ആദ്യമെത്തുന്നത് ആറന്മുളയിലെ ക്യാമ്പുകളിൽ. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വ്യാപക വെള്ളക്കെട്ട്. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരും. പാലക്കാട്, ഇടുക്കി ജില്ലകളിലെ ഡാമുകളിലെ ഷട്ടർ തുറന്നു. ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർമാർ. മലപ്പുറം പാണക്കാട്ടെ കണ്ണിടിച്ചിൽ മേഖലയിൽ ഇന്ന് പരിശോധന. സ്ഥലമുടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി നഗരസഭ. വേങ്ങര റോഡിൽ ഗതാഗതം നിരോധിച്ചു. മണ്ണുമാറ്റൽ തുടരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. മിന്നൽ പ്രളയത്തിലെ രാഷ്ട്രീയ വിവാദം ചർച്ചയ്ക്ക്. ദുരിതാശ്വാസത്തിൽ സർക്കാർ പരാജയം ഉയർത്തിക്കാട്ടും. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയടക്കമുള്ള വിവാദങ്ങളും ചർച്ചയാകും. PM ശ്രീ പദ്ധതിയിൽ നിർണായക മന്ത്രിസഭാ ഉപസമിതി യോഗം ഇന്ന് ചേരുന്നത്. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി പിന്മാറ്റം സാധ്യമോ എന്നതും പരിശോധിക്കും. ഉപസമിതി റിപ്പോർട്ട് നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തതിൽ സക്കൻബർഗ് മാപ്പ് പറയണമെന്ന് പാർലമെന്ററി സമിതി. മെറ്റ ക്ഷമ ചോദിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് മുന്നറിയിപ്പ്. വീഴ്ചയ്ക്ക് ഉത്തരവാദികളെ കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കുകയും വേണമെന്നും ആവശ്യം. മെറ്റയുടെ ക്ഷമാപണം മതിയാകില്ലെന്ന് നിഷികാന്ത് ദുബെ. ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയും പങ്കാളി ജോർജിന റോഡ്രിഗസും വിവാഹിതരാകുന്നു. ജന്മസ്ഥലമായ പോർച്ചുഗീസ് ദ്വീപ് മെദീരയിലെ ഫുൻചാൽ ചർച്ചിൽ ശനിയാഴ്ച വിവാഹമെന്ന് റിപ്പോർട്ടുകൾ. 41 വയസ്സുകാരനായ ക്രിസ്ത്യാനോയും 32 വയസ്സുകാരിയായ ജോർജീനയും 9 വർഷമായി ഡേറ്റിംഗിൽ.
കഴിഞ്ഞ ദിവസമാണ് ട്രംപ് തൻ്റെ വിമാനയാത്രയ്ക്കിടെ എയർഫോഴ്സ് വണ്ണിൽ വെച്ച് പ്രതികരിച്ചത് ഇറാനുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു എന്ന്. ചർച്ചകൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുമെന്ന്. പക്ഷേ US-ഉമായി ചർച്ചകൾ നടത്തുന്നുണ്ടോ, അതിനുള്ള പദ്ധതികളുണ്ടോ എന്ന കാര്യമൊന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് ധാരണയിലെത്താൻ ഒമാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞത്. അതിനുശേഷം ഇന്ന് വീണ്ടും ട്രംപിന്റെ പ്രതികരണങ്ങൾ വീണ്ടും വരികയാണ്. ഇറാൻ ഒന്നുകിൽ പൂർണ്ണമായും ഒരാണവ കരാറിൽ ഏർപ്പെടേണ്ടി വരും, ചർച്ചകളിലൂടെ ഒന്നും അവസാനിപ്പിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല, കനത്ത തിരിച്ചടി ഇറാനെ പൂർണ്ണമായും കീഴടക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ്. US-ന്റെ കടുത്ത നാവിക ഉപരോധത്തിൽ ഇറാനിലേക്ക് ഒരു സാധനവും ഇപ്പോൾ എത്തുന്നില്ല എന്നും നിലവിലെ സാഹചര്യത്തിൽ മറ്റു വഴികളൊന്നും അവർക്ക് മുന്നിലില്ല എന്നും മറ്റുമാണ് ട്രംപിന് വീണ്ടുമുള്ള മുന്നറിയിപ്പ്. പക്ഷേ ഇറാൻ ഭരണകൂടത്തിനെതിരെയും വിമർശനമുണ്ട്. ഇറാൻ ഭരണകൂടം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ മനഃശാസ്ത്ര യുദ്ധമാണ് ട്രംപ് നടത്തുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഇറാന്റെ വിലയിരുത്തൽ. ഇറാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നതും. കാരണം ആക്രമിക്കാൻ താല്പര്യവുമില്ല, ആക്രമിക്കുമെന്ന് തുടർച്ചയായി പറയുകയും ചെയ്യുന്നു, തങ്ങളെ പേടിപ്പിക്കുകയാണ് ആ തരത്തിൽ ലക്ഷ്യം എന്നാണ് ഇറാൻ പറയുന്നത്. ഇപ്പോൾ VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ട്രംപിൻ്റെ മുന്നറിയിപ്പുകൾ, വെല്ലുവിളികൾ എന്താണ്, ഉപരോധങ്ങളൊക്കെ ഉണ്ടാകുമെന്ന കാര്യങ്ങളൊക്കെ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് താല്പര്യമില്ല ഇനി ആക്രമിക്കാൻ എന്ന് നമുക്കറിയാം. ആയുധങ്ങൾ കുറയുന്നു, അവർ ലക്ഷ്യങ്ങൾ സാധിക്കുന്നില്ല, അതൊക്കെ ട്രംപിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ചർച്ച തുടങ്ങും, തിങ്കളാഴ്ച ചർച്ച ആരംഭിക്കും എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ അതിന് മറുപടിയൊന്നോണം ഇറാൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. തങ്ങൾക്ക് അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ച് അറിയില്ല, ആര് എവിടെ ചർച്ച നടത്തുന്നു എന്ന കാര്യമൊന്നും തങ്ങൾക്കറിയില്ല എന്ന ഒരു മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇറാൻ പറയുന്നത് ഒമാനുമായും ചില ചർച്ചകൾ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. അത് ഹോർമൂസിൽ കപ്പൽ ഗതാഗതം അത് സുഗമമാക്കുന്നതിന് വേണ്ടി ഈ തീരം പങ്കിടുന്നത് ഒമാനും ഇറാനുമാണ് പ്രധാനമായും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വശത്തുള്ള രാജ്യങ്ങൾ, ഹോർമൂസിന് ഇരുവശത്തുമുള്ള രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് അവിടെ എന്ത് സാധ്യമാകണം, അവിടുത്തെ വാണിജ്യവും ആയി ബന്ധപ്പെട്ടുള്ള യാത്രകൾ അത് തകരാറിലാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഏത് തരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നത് സംബന്ധിച്ച് ഒമാനും ഇറാനുമായി ചർച്ച നടത്തുന്നുണ്ട്. അമേരിക്കയുടെ കാര്യത്തിൽ തങ്ങൾക്കൊന്നും അറിയില്ല, അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ച് അറിയില്ല എന്നാണ് ഇപ്പോൾ ബഖാഫിയുടെ അടക്കം പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വിദേശകാര്യ വക്താവാണ് അദ്ദേഹം. അങ്ങനെ ഒരു പ്രതികരണം വരുമ്പോൾ അത് അമേരിക്കയെ ചൊടിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന എന്നത് തൻ്റെ ക്ഷമ നശിക്കുകയാണ്, ഇനി വലിയൊരു തിരിച്ചടിയിലേക്ക് പോകേണ്ടി വരും, വലിയ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും, താൻ പൂർണ്ണമായും ക്ഷമ നശിച്ചവനായിരിക്കുന്നു, ഏറ്റവും അവസാനത്തെ അവസരമാണ്, ഇറാൻ ഒരു സമാധാന കരാറിലേക്ക് പോകണം, ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് അവസരമുണ്ട്, ഈ അവസരം പ്രയോജനപ്പെടുത്തണം, അങ്ങനെ ആണവ നിർവ്യാപനം എന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ആദ്യത്തെ പ്രശ്നമായി നിൽക്കുന്നത് ഹോർമൂസാണ്. ഹോർമൂസ് തുറക്കുക എന്നതാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ട്രംപ് പറയുന്നുണ്ട്. അതിനുശേഷം തുടർ ചർച്ചകളിലൂടെ ഈ ആണവ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ആണവായുധ ശക്തിയായി ഇറാൻ മാറാതിരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നതാണ്. അതിനുള്ള അവസാനത്തെ അവസരമാണ് ഇപ്പോൾ ഇറാന് മുന്നിലുള്ളതെന്ന് ട്രംപ് പറയുന്നുണ്ട്. അങ്ങനെ ട്രംപിൻ്റെ നിരാശയും ദേഷ്യവും ഒക്കെ തന്നെ പലകുറി നമ്മൾ കണ്ടതുപോലെ ഏറ്റവും ഒടുവിൽ ഇതാ ഒന്നുകൂടി വന്നിരിക്കുന്നു. ഏതാണ്ട് ഒരു ഡസൻ തവണയിൽ ഏറെയെങ്കിലും ട്രംപ് ഇങ്ങനെ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കുമെന്ന് പറയും, പിന്നീട് ആക്രമിക്കാതിരിക്കും, വീണ്ടും ചെറിയ ചെറിയ ആക്രമണങ്ങൾ പലയിടങ്ങളിലായി നടത്തും. അങ്ങനെ ട്രംപ് നിലപാട് മാറ്റി ഏറ്റവും ഒടുവിൽ ഇതാ അമേരിക്കൻ പൗരന്മാർ പൂർണ്ണമായും പശ്ചിമേഷ്യയിൽ നിന്ന് ഒഴിയണം, അന്തിമമായ യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിന് പിന്നാലെ സൗദിയുടെ ഇടപെടൽ ഉള്ളതുകൊണ്ട് നമ്മളിതാ ഇനി ആക്രമിക്കുന്നില്ല എന്ന ഒരു പ്രഖ്യാപനം വരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇറാന് അവസാനത്തെ താക്കീതെന്ന നിലയിൽ മറ്റൊരു പ്രസ്താവന വരുന്നു. ഏറ്റവും ഒടുവിലത്തെ ചർച്ചയാണ്, ഇതിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ നശിപ്പിക്കുമെന്ന ഭീഷണി. ഇറാനാകട്ടെ ഇതെല്ലാം തന്നെ പരിഹസിച്ച് കളയുന്നു, തമാശയായി കാണുന്നു എന്ന നിലയിൽ തന്നെയാണ് അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഇതിൻ്റെ അപകടം ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയുടേത് ഒരു മനഃശാസ്ത്രപരമായ നീക്കമാണ് എന്ന വിലയിരുത്തലുണ്ട്. മാത്രമല്ല അവിടെ ഈ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയുണ്ട്. ആ സമിതി അത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. ആ സമിതിയുടെ ഒരു നിർദ്ദേശം ഇറാൻ ഭരണകൂടത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അമേരിക്കയെ വിശ്വസിക്കരുത് എന്ന കാര്യമാണ്. ഈ നമ്മൾ മലയാളത്തിൽ ആ വാക്കുകൾ മാറ്റിയാൽ ഈ ഗുണ്ട പണിയാണ് ഇവർ ചെയ്യുന്നത്, ഈ ഗുണ്ടകളെ വിശ്വസിക്കരുത് എന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ ഈ പരമോന്നത സമിതി അവിടുത്തെ ഭരണകൂടത്തിന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ പെട്ടെന്ന് അമേരിക്കയുമായി ഒരു കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്.
ട്രംപിൻ്റെ തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നു. ഇറാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. അതായത് വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടം നടക്കുന്നുണ്ട്, സംഘർഷം നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സമാധാന കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ. അത് ഒരു തരത്തിലും ഒരു തീരമണയുന്ന ലക്ഷണമില്ല. മാത്രമല്ല ഇസ്രായേൽ ആകട്ടെ ഗസയിലേക്ക്, നമ്മൾ അടുത്ത വാർത്ത അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് രഞ്ജിത്ത്. ഇസ്രായേലിന് ഒരു താല്പര്യമുണ്ട്. ഒക്ടോബറിൽ അവരുടെ പൊതു തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോവുക എന്നത് തന്നെയാണ് നെതന്യാഹുവിൻ്റെ താല്പര്യം. കാരണം അവിടെ ഈ രാജ്യസ്നേഹം കൂടുതൽ പറയണമെങ്കിൽ യുദ്ധം നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു കരാറിൻ്റെ ഭാഗമായി ചർച്ചകൾ നടത്തുമ്പോൾ ഇസ്രായേൽ ഒരു വശത്ത് അവരുടെ ആക്രമണം തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രിയുണ്ട് നഫ്താലി ബെനറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി വന്നിരിക്കുന്നു. ഇറാനേക്കാൾ വലിയ ശത്രു ഖത്തറാണ്, ഹമാസിന് വലിയ തോതിൽ പണമൊഴുക്കുന്നത് ഖത്തറാണ് എന്ന് ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് വളരെ വ്യക്തമാണ്. ഇസ്രായേലിൽ വരാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങൾക്ക് അടിസ്ഥാനമായി ട്രംപിന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇത് അവസാനത്തെ അവസരമാണ്. ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇത് അവസാനത്തെ അവസരമാണ്. ഒരു പുതിയ കരാറിൽ ഒപ്പുവെക്കാൻ ഇറാന് ഒരിക്കൽ കൂടി അവസരം നൽകുന്നു. അതേസമയം യാതൊരു ചർച്ചയുമില്ല എന്ന് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ച നടക്കുന്നത്. സൗദി അറേബ്യയും UAE, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെന്നും ട്രംപ് പറയുന്നു. പക്ഷേ ഇറാൻ ഒരു തരത്തിലും ഇതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഗസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. അത് അമേരിക്കയുടെ സമാധാന കരാർ ഗസയിലുണ്ട്. ഗസയിൽ ആക്രമണം നടത്തരുത് എന്നുള്ള തീരുമാനം അമേരിക്ക അടക്കം മധ്യസ്ഥരായി എടുത്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട്, പൂർണ്ണമായും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിലും ഒപ്പം ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലുമൊക്കെ ഇസ്രായേൽ കടുത്ത ആക്രമണം അഴിച്ചുവിടുകയാണ്. ശനിയാഴ്ച മാത്രം ഏതാണ്ട് 17ഓളം സാധാരണക്കാർ അവിടെ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. അതീവ ഗുരുതരമായി ഗാസയിലെ സാഹചര്യം തുടരുകയാണ്. ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഭക്ഷണമില്ല, മരുന്നില്ല, വസ്ത്രങ്ങളില്ല. അങ്ങനെ വല്ലാതെ അസ്വസ്ഥമായി ജീവിക്കുന്ന, ഗതികെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കാഴ്ച ഈ ഏരിയൽ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. BBC അടക്കമുള്ള, അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്നുണ്ട്, ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിൻ്റെ സർവേയിലൊക്കെ നെതന്യാഹു വളരെ പുറകിലാണ്. നെതന്യാഹുവിൻ്റെ ജനപ്രീതിയൊക്കെ 60% ഇടിഞ്ഞ പശ്ചാത്തലമുണ്ട്. യുദ്ധത്തിൽ ലക്ഷ്യങ്ങളൊന്നും കൈവരിച്ചില്ല എന്നാണ് ജനങ്ങൾ പൊതുവെ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ചും ഇറാൻ യുദ്ധത്തിൽ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധ രീതി കഴിഞ്ഞ അടുത്ത 2 മാസം കൂടി നിലനിർത്തുക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടി അല്ലെങ്കിൽ ഈ ആക്രമണം എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനോദ്, അതിന് പിന്നിൽ മറ്റൊരു യാതൊരു കാരണവുമില്ല. കാരണം ഇപ്പോൾ ഗസയ്ക്ക് അല്ലെങ്കിൽ ഹമാസിന് തിരിച്ചടിക്കാനുള്ള ശേഷിയില്ല. അവർ പൂർണ്ണമായും നിരായുധരാണ്. അവരതിന് സമ്മതിക്കുകയും ചെയ്ത പശ്ചാത്തലമൊക്കെയുണ്ട്. അവിടെയാണ് വീണ്ടും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം. അത് വൈകാരികമായി ഇസ്രായേൽ ജനം കാണുകയും ചെയ്യും. രഞ്ജിത്ത്, എല്ലാ കാലവും ഒരു കണ്ണീര് തന്നെയാണ് ഗസ. അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം എത്രയോ കാലമായി മരിക്കുന്ന കാഴ്ചയുണ്ട്. ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഉണ്ടാകാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വലിയ സജീവമായതാണ്. അത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനം ഉണ്ടായി എന്നതാണ്. ഇസ്രായേൽ അല്ല ആദ്യം ആക്രമിച്ചത്, മറിച്ച് ഹമാസിൻ്റെ ഭാഗത്തു നിന്നാണ് ആക്രമണം ഉണ്ടായത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. ഹമാസ് അന്ന് നടത്തിയ ആ ഒരു ആക്രമണമാണ് എന്നതാണ് പ്രധാനമായും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് തുടരെ അകാരണമായി ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന ഒരു കാര്യം. പക്ഷേ അവിടെ നിന്ന് സ്ഥിതികളെല്ലാം മാറി ഹമാസ് നിരായുധീകരണ കരാറിലേക്ക് പോവുകയാണ്. 2ാം ഘട്ട ചർച്ച അമേരിക്കയുമായി നടത്തി അവർ പൂർണ്ണമായും ആയുധം വയ്ക്കുന്നു എന്ന തരത്തിലുള്ള നിലയിലേക്ക് എത്തുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഏതാണ്ട് 35 ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണം ഗസയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിൽ വരാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധത്തെ നമ്മൾ കൂട്ടി വായിക്കണം. കാരണം നെതന്യാഹുവിൻ്റെ ജനപ്രീതി ഇടിയുകയാണ്. യുദ്ധം നിലനിർത്തിയാൽ മാത്രമേ ഈ ഒരു ദേശവികാരം അല്ലെങ്കിൽ ദേശസ്നേഹം എന്ന ആ വികാരം ആളിക്കത്തിച്ചുകൊണ്ട് ജനങ്ങളെ ഒപ്പം നിർത്താൻ കഴിയൂ. പല രാജ്യങ്ങളും മുടക്കുന്നൊരു തന്ത്രമാണ് തിരഞ്ഞെടുപ്പാകുമ്പോൾ ശത്രുരാജ്യങ്ങളുമായി യുദ്ധത്തിലേർപ്പെടുകയും ആ ജനങ്ങളുടെ ഒരു വികാരം ഉണർത്തി അത് ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി കൊണ്ടുവരികയും ചെയ്യുക എന്നൊരു തന്ത്രമുണ്ട്. അങ്ങനെ ഒരു തന്ത്രം തന്നെയാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിന്നുള്ള മുൻ പ്രധാനമന്ത്രിയുടെ ബെനറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ബെനറ്റിൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഇറാനല്ല
ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ശത്രു, മറിച്ച് ഖത്തറാണ്. പലപ്പോഴും ഹമാസിന് പണം നൽകുന്നത് ഖത്തറാണ്. അതുകൊണ്ട് ഖത്തറിനെ ഒന്നാമത്തെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ അങ്ങനെ ഒരു ആക്രമണം നടത്തും. അതും തീർച്ചയായും ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്, ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു പ്രസ്താവനയായി വേണം നമ്മൾ അതിനെ കാണാൻ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 മാസം ഈ സംഘർഷം നിലനിർത്തുക എന്നത് ഇസ്രായേലിലെ നേതാക്കളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ അങ്ങനെ ഒരു വികാരത്തിലേക്ക് പോവുകയാണ്. പക്ഷേ നമുക്കറിയാം, പലപ്പോഴും ലെബനനിലേക്കും മറ്റുമൊക്കെ തന്നെ ഈ ആക്രമണം നടത്തുമ്പോൾ, യമനിലേക്കുമൊക്കെ ആക്രമണം നടത്തുമ്പോൾ അത് പാടില്ല എന്നാണ് ഇറാൻ അവരുടെ സമാധാന കരാറിൻ്റെ ഭാഗമായൊക്കെ പറയുന്നത്. അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് അങ്ങനെ പാടില്ല എന്ന കാര്യം പറയുന്നു. ആദ്യത്തെ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ ലംഘനം ഉണ്ടായത് തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനനിലേക്ക് ആക്രമണം ഉണ്ടായതോടുകൂടിയാണ്. അവിടെയാണ് ഇറാന് പ്രകോപനം ഉണ്ടാകുന്നതും തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നതും. അങ്ങനെ ഈ സഖ്യരാജ്യങ്ങൾ ചേർന്നുള്ള ഒരു കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ തന്നെ വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ പശ്ചിമേഷ്യയിൽ അശാന്തി അങ്ങനെ തന്നെ തുടരുകയാണ്. സമാധാനം അകലെ എന്ന ഒരു നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഇനിയുള്ള ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയുമായി ഒരു ചർച്ചയുമില്ല എന്ന് ഇറാൻ പറയുന്നു. ഒമാനുമായി ചർച്ചയാണ് നടക്കുന്നതെന്ന് പറയുന്നു. ഹമാസ് ആകട്ടെ വെടിനിർത്തലിന് സന്നദ്ധമായെങ്കിലും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഇസ്രായേലിനെ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഗസയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ തീർച്ചയായും ഇതിനൊരു തിരിച്ചടിയുമായി വരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് അതാണ്. അതിനുള്ളിലാണ് രാഷ്ട്രീയം ഒളിഞ്ഞു കിടക്കുന്നത്. ശരി, വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. മറ്റു വാർത്ത പുറത്തുവരുന്നത് പാക് അധിനിവേശ കശ്മീരിൽ നിന്നാണ്. POKയിൽ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അവിടെ ആഭ്യന്തര കലാപം അതിരൂക്ഷമാണ്. അവിടെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര കലാപം അടിച്ചമർത്താനായി നേരത്തെ ഒരു പെൺകുട്ടിയുടെ മൃതശരീരമൊക്കെ ജീപ്പിൻ്റെ മുന്നിൽ കെട്ടി യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. രാജ്യാന്തര വാർത്താ ശൃംഖലയായ അൽ ജസീറ ഇംഗ്ലീഷ് ഉൾപ്പെടെ ഡിജിറ്റൽ വാർത്താ മാധ്യമങ്ങൾക്ക് പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കലാപം റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിലക്കേർപ്പെടുത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജനകീയ പ്രതിഷേധങ്ങളും സുരക്ഷാ സേനയുടെ അടിച്ചമർത്തലുകളും നിരന്തരം പുറത്തു കൊണ്ടുവരുന്നതിന് പിന്നാലെയാണ് ഡിജിറ്റൽ സെൻസർഷിപ്പ് ശക്തമാക്കാൻ പാക് ഭരണകൂടം തുനിഞ്ഞത്. വിവിധ ഘട്ടങ്ങളിലായാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന POKയിൽ. ഇപ്പോൾ നവാസ് ഷെരീഫിന്റെ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇനി 4 മണ്ഡലങ്ങളിൽ കൂടി മാത്രമാണ് നടക്കാനുള്ളത്. ബാക്കി റിസൾട്ട് വന്നപ്പോൾ നവാസ് ഷെരീഫിന്റെ പാർട്ടി അധികാരത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ 80-ലധികം ആളുകൾ ഇതിനകം അവിടെ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ 43 പേരും ജൂലൈ 27 ശേഷമാണ് കൊല്ലപ്പെടുന്നത്. മനസ്സിലാക്കേണ്ടത് അവിടെ ഇന്റർനെറ്റിനടക്കം നിരോധനമുണ്ട് എന്നാണ്. ജനങ്ങളൊക്കെ വളരെ വയലന്റ് ആണ്, വളരെ എതിർപ്പാണ് പാക് ഭരണകൂടത്തോട്. TG സയ്യിദ് വിവരങ്ങളുമായി ചേരുകയാണ്. സയ്യിദ്, പാകിസ്ഥാന്റെ മാധ്യമ സെൻസർഷിപ്പ് അത് അവരുടെ ചെയ്തികൾ POKയിൽ പുറത്തു വരാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ്. എന്താണ് POKയിൽ സംഭവിക്കുന്നത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ് അസാധാരണമായ സാഹചര്യമാണ് പാകിസ്ഥാനിൽ ഉണ്ടാവുന്നത്. അൽ ജസീറ പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുന്നതിലൂടെ പാകിസ്ഥാൻ ഒരു പടി കടന്നുകൊണ്ടുള്ള മാധ്യമ വിലക്ക് ഉണ്ടാക്കുന്നു എന്നതാണ് സാഹചര്യം. അന്താരാഷ്ട്ര മാധ്യമങ്ങളായ അൽ ജസീറ അടക്കമുള്ള ചാനലുകളെ പാകിസ്ഥാൻ ഇതുവരെ അവരുടെ പക്ഷത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അവരുടെ വാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അറിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മാധ്യമങ്ങളാണ്. പക്ഷേ അൽ ജസീറയുടെ ഇപ്പോഴത്തെ നിലപാടുകളടക്കമാണ് പാകിസ്ഥാൻ അവരെ ചൊടിപ്പിക്കുന്നത്. കാരണം സർക്കാർ വിരുദ്ധ വാർത്തകൾ ചെയ്യുന്നു, സർക്കാരിനെതിരെ നീക്കങ്ങൾ നടക്കുന്നു. ഇതൊക്കെയാണ് പ്രകോപനമുണ്ടാക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ്. ഇതിനു പുറമെ സമൂഹ മാധ്യമങ്ങൾക്കടക്കം മറ്റു വിലക്കുമുണ്ട്. 50 ദിവസത്തിലധികമായി ഇന്റർനെറ്റ് ലഭ്യമല്ല. നേരത്തെ അന്താരാഷ്ട്ര സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കം അവിടുത്തെ ഇന്റർനെറ്റ് വിലക്കടക്കം നീക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പൂർണ്ണമായും ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നു എന്നത് അവിടുത്തെ ആഭ്യന്തരമായി ഉയർന്നുന്ന പ്രക്ഷോഭകാരികളുടെ വാക്കുകൾ മാത്രമല്ല, അന്താരാഷ്ട്ര സംഘടനകളടക്കം ഈ വിഷയത്തിൽ അത്തരം നിലപാടെടുത്തു കഴിഞ്ഞു. ഇതോടുകൂടിയാണ് ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലുള്ള അത്തരം വെല്ലുവിളി നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഇത്തരം ഒരു നീക്കത്തിലേക്ക് കടക്കുന്നതിൻ്റെ കാരണവും. അതുകൊണ്ട് ഇൻ്റർനെറ്റിന് വിലക്കിന് പുറമെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വിലക്ക്, ഇതിന് പുറമെ അവിടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതിനടക്കമുള്ള കടുത്ത നിയന്ത്രണങ്ങളാണ് പാകിസ്ഥാനിൽ കൊണ്ടുവരുന്നത്. ഇതിനകം വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ, ആംനസ്റ്റി ഇന്റർനാഷണൽ പുറമെ വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ ഇത്തരത്തിലുള്ള വിലക്കിനെതിരെ രംഗത്ത് വന്നെങ്കിൽ കൂടിയും പാകിസ്ഥാൻ സർക്കാർ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അസാധാരണമായ പ്രതിസന്ധിയാണ്. മാധ്യമ സെൻസർഷിപ്പ് എന്ന ഗുരുതരമായ സാഹചര്യമാണ് പാകിസ്ഥാനിൽ രൂപപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിമർശനം ഭരണകൂടം നേരിടുന്നുണ്ടെങ്കിൽ കൂടിയും തൽക്കാലം ഇതിനെ മറികടന്നുകൊണ്ടുള്ള നീക്കം തന്നെയാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഗുരുതരമായ പ്രതിസന്ധിയും മനുഷ്യാവകാശ ലംഘനവും തന്നെയാണ് പാകിസ്ഥാനിൽ നടന്നുവരുന്നത്.
തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും പാക് അധിനിവേശ കശ്മീരിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. നേരത്തെ പറഞ്ഞ പോലെ അവിടെ നവാസ് ഷെരീഫാണ് അധികാരത്തിലേക്ക് വരാനിരിക്കുന്നത്. നവാസ് ഷെരീഫിന് അവിടുത്തെ പ്രധാനമന്ത്രിയാകണം എന്നൊക്കെയുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ നീക്കം. ഇറാനേക്കാൾ ഇസ്രയേലിന് വലിയ ഭീഷണിയും അപകടകാരിയും ഖത്തറാണെന്ന നാടകീയ വെളിപ്പെടുത്തലുമായി മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ താൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഖത്തറിനെ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുമെന്നും ബെനറ്റ് വ്യക്തമാക്കി. ഇസ്രായേൽ ചാനൽ 12-ന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഖത്തറിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളുമായി ബെനറ്റ് രംഗത്തെത്തിയത്. ഇറാൻ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പരസ്യമായി പറയുന്ന ശത്രുവാണെങ്കിൽ ഖത്തർ അതിനേക്കാൾ ചതിയും അപകടവും നിറഞ്ഞ തന്ത്രങ്ങളുമായാണ് നീങ്ങുന്നതെന്ന് ബെനറ്റ് ആരോപിക്കുകയാണ്. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ചോരപ്പുഴ ഒഴുക്കിയ ഹമാസ് ഭീകരർക്ക് സാമ്പത്തിക സഹായം എത്തിച്ചു നൽകിയത് ഖത്തറാണ്. ഖത്തർ ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള അൽ ജസീറ ചാനൽ ലോകമെമ്പാടും ഇസ്രായേൽ വിരുദ്ധ പ്രചാരണം അഴിച്ചുവിടുകയാണ്. അമേരിക്കൻ സർവകലാശാലകളിൽ പോലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഖത്തർ വൻതോതിൽ പണമൊഴുക്കുന്നുണ്ടെന്നും അദ്ദേഹം തുറന്നടിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിലേക്ക് പോലും ഖത്തറിന്റെ കറുത്ത കൈകൾ നീണ്ടിട്ടുണ്ട് എന്നാണ് ബെനറ്റിന്റെ ഞെട്ടിപ്പിക്കുന്ന സൂചന. അതായത് നെതന്യാഹുവിന് ചില സഹായികൾ ഖത്തറിനായി പ്രവർത്തിച്ചു എന്ന പേരിൽ ഇസ്രായേലിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഖത്തർ ഗേറ്റ് വിവാദത്തെ പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഇസ്രായേലിലെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളും സ്വാധീനമുള്ള പ്രമുഖരും ഉയർന്ന ഉദ്യോഗസ്ഥരും വരെ ഖത്തറിൻ്റെ ശമ്പള പട്ടികയിൽ ഉണ്ടായേക്കാമെന്ന് ബെനറ്റ് ആരോപിക്കുകയാണ്. അതേസമയം ബെനറ്റിൻ്റെ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള കള്ളപ്രചരണങ്ങൾ മാത്രമാണ് എന്നാണ് US-ലെ ഖത്തർ എംബസി പ്രതികരിച്ചിരിക്കുന്നത്. ഗസയിൽ ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുന്നത് വരെ ഇളവുകൾ നൽകരുതെന്നാണ് തന്റെ നിലപാടെന്നും ബെനറ്റ് ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനകൾ. ഇറാൻ മാത്രമല്ല ഖത്തറും തങ്ങളുടെ ശത്രുവാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇതും ഒക്ടോബർ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ലക്ഷ്യങ്ങളുടെ ചില കണക്കുകൂട്ടുകളുടെ ഭാഗമായാണ് എന്നാണ് തൽക്കാലം കരുതേണ്ടത്. നമുക്കറിയാം, ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആകപ്പാടെ കൺഫ്യൂഷനിലാണ്. ട്രംപ് മാത്രമല്ല, അവിടുത്തെ വൈസ് പ്രസിഡന്റും അമേരിക്കയിലെ ഭരണകൂടവുമൊക്കെ ഇനി എങ്ങനെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ആകെ ആശയക്കുഴപ്പത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ സംഘർഷം കൈകാര്യം ചെയ്യുന്ന US സൈനിക കമാൻഡിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇമെയിലിൽ സന്ദേശങ്ങൾ അയക്കുകയാണ് തങ്ങളുടെ സഹ ഉദ്യോഗസ്ഥർക്ക്. ഞങ്ങൾക്ക് ചില ആശയങ്ങൾ ആവശ്യമാണ്. ആശയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും ശിക്ഷിക്കാനുമുള്ള പുതിയതും സർഗാത്മകവും പരമ്പരാഗതവുമല്ലാത്തതുമായ വഴികൾ തേടുന്നു എന്നാണ് ഇമെയിൽ സന്ദേശം പോയിരിക്കുന്നത്. US സെൻട്രൽ കമാൻഡിൻ്റെ ഇന്റലിജൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ ഈ അയച്ച സന്ദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് ആശയ ദാരിദ്ര്യം അനുഭവപ്പെടുകയാണ് യുദ്ധത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ. യുദ്ധത്തിൽ അക്ഷരാർത്ഥത്തിൽ വഴിപിഴച്ചു പോയിരിക്കുന്നു അമേരിക്ക എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇത്തരം ആശയങ്ങൾ തേടുകയും അതെങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ള അസാധാരണമായ നീക്കമാണ് ഇപ്പോൾ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് നടത്തുന്നത് എന്നുള്ള വിവരങ്ങളാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തു വിടുന്നത്. അതായത് ഇറാനെ നിർബന്ധിച്ചുകൊണ്ടുള്ള ഒരു കരാറിലേക്ക് എത്തിക്കാൻ ട്രംപ് കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിക്കുന്നു. പരിമിതമായ ഒരുപക്ഷെ അത്ര സ്വീകാര്യമല്ലാത്ത ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഇറാൻ്റെ മുന്നിൽ. പക്ഷേ അതൊന്നും ഇറാൻ സമ്മതിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഓരോ ദിവസവും വെല്ലുവിളികൾ ഉയർത്തുന്നു. എന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നു. പക്ഷേ ഇറാൻ അത് മനസ്സിലായിട്ടുണ്ട് വളരെ കൃത്യമായി. തങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ മനഃശാസ്ത്രപരമായ ഒരു സമീപനം, അതൊരാശയത്തിൻ്റെ ഭാഗത്ത്, ഒരു ആശയത്തിൻ്റെ പുറത്തുണ്ടായതാകാം. ആരെങ്കിലും ട്രംപിനെ ഉപദേശിച്ചതാകാം, നിങ്ങൾ തുടർച്ചയായി ഇങ്ങനെ ഭീഷണികൾ മുഴക്കൂ, അപ്പോൾ ഇറാൻ വഴങ്ങിയേക്കാമെന്ന്. പക്ഷേ ഒരു തരത്തിലും അതിന് വഴങ്ങാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അതായത് നിലവിൽ ഇപ്പോൾ ഇറാൻ യുദ്ധമുഖത്ത് അമേരിക്ക നടത്തുന്ന തന്ത്രം അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന് അവിടുത്തെ ഭരണകൂടം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള സാധ്യമായ എല്ലാ വഴികളും സെൻട്രൽ കമാൻഡ് പരിശോധിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ അവിടുത്തെ ഔദ്യോഗിക വക്താക്കൾ തന്നെ വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. മാധ്യമങ്ങളോട് അവർ രഹസ്യമായി ഇക്കാര്യം സമ്മതിക്കുന്നുമുണ്ട്. നൂതനമായ രീതിയിൽ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും US സെൻട്രൽ കമാൻഡിന് ദീർഘകാല പാരമ്പര്യമുണ്ട് എന്നൊക്കെ സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ തിമോത്തി ഹോക്കിൻസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവർത്തനക്ഷമത പരമാവധി ഉയർത്തുന്നതിനായി റാങ്ക് വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ മികച്ച ടീമിനെ ഞങ്ങൾ സമീപിക്കാറുണ്ട് എന്നാണ് ഈ ഇമെയിലുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം. ഇറാനെതിരെ
പുതിയ ആക്രമണങ്ങൾ നടത്തും എന്നുള്ള ട്രംപിൻ്റെ ഭീഷണിക്ക് മുൻപാണ് ഇത്തരം ഇമെയിൽ അയച്ചത്. പക്ഷേ നമുക്കറിയാം സൗദി അറേബ്യയുടെ കിരീടാവകാശി ഉൾപ്പെടെയുള്ള അവരുമായി ട്രംപിനെ വിളിച്ച് സംഘർഷം ലഘൂകരിക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വാരാന്ത്യത്തിൽ അത് പിൻവലിക്കുകയും മറ്റുമായിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളെ ഭീഷണിപ്പെടുത്താനും ടെഹ്റാനെ ചർച്ചാ മേശയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഇറാന്റെ കഴിവ് നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആഴ്ചകളായി US വ്യോമാക്രമണങ്ങൾ നടത്തി വരികയാണ്. പക്ഷേ ഇപ്പോഴും ഒരു കരാറിൻ്റെ സൂചനയും ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇറാനിൽ ശേഷിക്കുന്ന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി സൈനിക നടപടികൾ കൂടുതൽ തീവ്രമാക്കുന്നതിനെക്കുറിച്ച് ട്രംപ് ആലോചിക്കുന്നുണ്ട്, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് താനും. പക്ഷേ ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ കഴിഞ്ഞ ആക്രമണത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്നായിരുന്നു അവകാശവാദം. ആണവ വസ്തുക്കളോ അനുബന്ധ ഉപകരണങ്ങളോ ഉണ്ടെന്ന് കരുതപ്പെടുന്ന പിക്കാക്സ് മൗണ്ടൻ ഉൾപ്പെടെയുള്ള ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്താൻ സൈന്യം സജീവമായി തയ്യാറെടുക്കുന്നതുമാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരുന്നത്. പക്ഷേ ഇതൊക്കെ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചാൽ പോലും മിസൈലുകളും ബോംബുകളും മാത്രം കൊണ്ട് കാര്യമായ ഫലം ഇത്തരം മേഖലകളിൽ ഉണ്ടാകാൻ ഇല്ല എന്നാണ് ഇപ്പോൾ അവർ വിലയിരുത്തുന്നത്. അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കേന്ദ്രങ്ങൾ ഭൂമിക്കടിയിൽ വളരെ ആഴത്തിലാണ്. ഇവ തകർക്കാൻ അമേരിക്കയുടെ കരസേനയെ നേരിട്ട് ഇറക്കേണ്ടി വന്നേക്കാം. പക്ഷേ കരസേനയെ നേരിട്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ്. സൈനികർക്കുണ്ടാകുന്ന ആൾനാശം, ഇപ്പോൾ തന്നെ 18ഓളം സൈനികർ ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടത് അമേരിക്കയിൽ ചില്ലറ പ്രശ്നമല്ല. കാരണം സമാധാനത്തിൽ പോയിരുന്ന ഒരു രാജ്യത്തെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയും ആക്രമണത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത് തങ്ങളുടെ സൈനികരെ കൊലപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം അമേരിക്കയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ റിസ്ക് കരയുദ്ധവുമായി ബന്ധപ്പെട്ടെടുക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, തൻ്റെ പ്രാരംഭ ലക്ഷ്യം യുദ്ധത്തിൽ അതിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക, ആണവ കരാറിൽ നിന്ന് ആണവ പദ്ധതി അവസാനിപ്പിക്കുക, ആണവ കരാറിൽ ഇറാനെ ഒപ്പിടിക്കുക എന്നൊക്കെയായിരുന്നു. പക്ഷേ അത് പൂർത്തീകരിക്കാതെ തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ, അത് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല, അത് പൂർത്തീകരിക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ സഹായിക്കുന്ന ഒരു തന്ത്രം അതെന്താണ് എന്നാണ് ട്രംപും ഉദ്യോഗസ്ഥരുമൊക്കെ തലമുകഞ്ഞ് ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ ഉള്ള നീക്കം നടക്കുന്നില്ല. അത് പൂർണ്ണമായും ഇല്ലാതാകുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ പൂർണ്ണമായും ഇറാൻ നിയന്ത്രണം തുടരുകയാണ്. അതുമാത്രമല്ല, സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി CIA, ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയൊക്കെ വിലയിരുത്തിയിരിക്കുന്നത് ഒരു തരത്തിലും യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളൊന്നും കേവലം ബോംബാക്രമണത്തിലൂടെ മാത്രം നേടിയെടുക്കാൻ സാധ്യതയില്ല എന്നാണ്. പ്രാരംഭ ലക്ഷ്യം പോലും അകലെയാണ്. അത് വളരെ കൃത്യമായി തന്നെ നേരത്തെ അമേരിക്കൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ, പ്രസിഡന്റിൻ്റെ ഏറ്റവും മുതിർന്ന സൈനിക ഉപദേഷ്ടാവ് കൂടിയായ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ഇത് പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. അത് വ്യോമശക്തിക്ക് അതിരുകളുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്ന പശ്ചാത്തലമുണ്ട്. അതായത് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണം ഇനി എന്നുള്ള എന്ത് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ചിന്ത അമേരിക്കയിൽ വളരെ പ്രബലമായി, ട്രംപിൻ്റെ ഉദ്യോഗസ്ഥர்கள் പ്രബലമായി വരികയാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മാത്രമല്ല, അടുത്ത ദിവസങ്ങൾ 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്ന കനത്ത ബോംബാക്രമണം ഒക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ US-ൻ്റെ 5ാം നാവികസേന വിഭാഗത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ USS ജോർജ് W. ബുഷ് എന്ന കപ്പൽ ഡെക്കിൽ നിന്ന് ഒരു സൂപ്പർ FA-18E സൂപ്പർ വിമാനം കുതിച്ചുയർന്നു. വ്യോമ പ്രതിരോധത്തിനുള്ള ഇൻ്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം കുറയുന്നതിനെക്കുറിച്ച് കെയ്ൻ ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്ത് ട്രംപ് ഇതുവരെ ഇക്കാര്യത്തിൽ മടിച്ചു നിൽക്കുകയാണ്. പാലങ്ങൾ, ജലശുദ്ധീകരണ പ്ലാന്റുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി നടപ്പിലാക്കിയാൽ വലിയ തോതിൽ സാധാരണക്കാർക്ക് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യത ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഖാർഗിദീവ് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച്, ഇറാനിലെ ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച് യുറേനിയം നീക്കം ചെയ്തതിനെക്കുറിച്ചോ ഒക്കെ ഉള്ള ലക്ഷ്യങ്ങൾ പലതവണ ട്രംപ് മുന്നോട്ട് വെക്കുമ്പോൾ പോലും, ഒപ്പം കരസേന രംഗത്തിറക്കാനുള്ള നീക്കമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു വിഡ്ഢിത്തം നിറഞ്ഞ കാര്യമായിരിക്കും ഇത് എന്ന് പലരും ട്രംപിനെ ഇപ്പോൾ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. യുദ്ധങ്ങളിൽ പോരാടാനും മരിക്കാനും നിങ്ങളെ അയക്കില്ല എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് 2024 തൻ്റെ ഇലക്ഷൻ പ്രചരണ പരിപാടിക്കിടെ സൈനികരോട് പറഞ്ഞാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ചോദിച്ചപ്പോൾ നമുക്ക് വിജയിക്കണം എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതായത് കടുത്ത് തിരിച്ചു നൽകുമെന്ന് ആവർത്തിക്കുമ്പോഴും അതെങ്ങനെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ട്രംപിന് വ്യക്തതയില്ല. ട്രംപിൻ്റെ പല പ്രസ്താവനകളും സൈന്യത്തിനിടയിൽ പോലും വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അതായത് കരയുദ്ധം അടക്കം ആരംഭിക്കുക എന്നതാണ് ഇനിയുള്ള ഏക മാർഗം. പക്ഷേ അതിന് തൽക്കാലത്തെ സാഹചര്യത്തിൽ അമേരിക്ക സാധിക്കുന്നില്ല. അങ്ങനെ ചെകുത്താനും കടലിനും ഇടയിലാണ്. ഇതെങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധം തുടരാനും പറ്റുന്നില്ല. അതിന് ഇറാൻ ഇങ്ങോട്ട് വന്ന് കരാറിൽ ഒപ്പിടുമെന്ന് പറയണം, അത് സാധിക്കുന്നുമില്ല. അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും കടലിനും ഇടയിലാണ് ഇപ്പോൾ ട്രംപ്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.
ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. തെക്കൻ യുക്രൈൻ നഗരമായ സോറാപോഷിയിലെ ജനവാസ മേഖലകളിൽ 90 മിനിറ്റിനുള്ളിൽ 8 ഗ്ലൈഡ് ബോംബുകൾ വർഷിച്ചു റഷ്യ. ആക്രമണത്തിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെടുകയും 31 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 4 ജില്ലകളിലായി 22 അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ ബോംബുകൾ കേടുപാടുകൾ സംഭവിച്ചെന്ന് റിപ്പോർട്ടുകളുണ്ട്. 3000 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഈ ബോംബുകൾ പ്രതിരോധിക്കാൻ യുക്രൈന് ഫലപ്രദമായ മാർഗങ്ങളില്ല. യുക്രൈനിലെ ഏതാനും ജനവാസ മേഖലകളിൽ ബാലിസ്റ്റിക് മിസൈലുകളും റഷ്യ വർഷിച്ചു. റഷ്യൻ ആക്രമണത്തെ നേരിടാൻ US നിർമ്മിത പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി നൽകാൻ രാജ്യങ്ങളോട് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി അഭ്യർത്ഥിച്ചു. പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകൾക്ക് മാത്രമേ ബാലിസ്റ്റിക് മിസൈലുകളെ വിജയകരമായി തടയാൻ കഴിയൂ എന്നാണ് സെലൻസ്കി പറയുന്നത്. എന്നാൽ ഇറാൻ യുദ്ധം കാരണം അവയ്ക്ക് ക്ഷാമമുണ്ട് എന്ന യാഥാർത്ഥ്യവും സെലൻസ്കി മനസ്സിലാക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾക്ക് പാട്രിയറ്റ് മിസൈലുകളുണ്ട്. ആവശ്യമായ പാക്കേജുകൾ നൽകാനുള്ള രാഷ്ട്രീയ തീരുമാനം ഞങ്ങളുടെ പങ്കാളികൾ എടുക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനം. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഞങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നറിയാം. സംഭരണശാലകളിൽ വെറുതെ കിടക്കരുത്. ബാലിസ്റ്റിക് പ്രതിരോധ മിസൈലുകൾ യുക്രൈൻ ജനതയ്ക്ക് സംരക്ഷണ കവചമാകുമെന്നാണ് ഇപ്പോൾ യുക്രൈൻ പ്രധാനമന്ത്രി പറയുന്നത്. 181ഓളം മിസൈലുകളാണ് റഷ്യ അയച്ചത്. അതിൽ 163 വെടിവെച്ചിട്ടു എന്നും യുക്രൈൻ മുന്നോട്ട് വെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുമാത്രമല്ല, തിരിച്ചടിയായി തെക്കൻ റഷ്യയിലെ തിരക്കേറിയ ഒരു കടൽ തീരത്താണ് ഇപ്പോൾ യുക്രൈൻ്റെ ആക്രമണം. ഡ്രോൺ പതിച്ചതിനെ തുടർന്ന് 3 കുട്ടികളടക്കം 7 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ദൃശ്യങ്ങളിൽ ഒരു ഡ്രോൺ മലഞ്ചെരിവിലേക്ക് അതിവേഗം കുതിക്കുന്നതും തുടർന്ന് താഴെയുള്ള കടൽ തീരത്ത് പതിച്ച് വലിയൊരു തീഗോളമായി മാറുന്നതും കാണാം. വെള്ളത്തിലും തീരത്തുമുള്ള വിനോദസഞ്ചാരികൾ നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ഇതിൽ പരിക്കേറ്റവരുടെ എണ്ണം 40ആയി. 17 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രാസ്നദോർ മേഖലയിലെ ഗവർണർ വെനമിയൻ കോൺട്രാറ്റേവ് ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് നേരെ മനഃപൂർവ്വം നടത്തിയ ആക്രമണം എന്നാണ് യുക്രൈനെതിരെ ആരോപിച്ചത്. യുക്രൈൻ പ്രതികരിച്ചിട്ടില്ല. സാധാരണക്കാരെ മനഃപൂർവ്വം ലക്ഷ്യമിടുന്നില്ല എന്ന് ഇരുപക്ഷവും അവകാശപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആക്രമണം. അതായത് റഷ്യയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഡ്രോണുകൾ കടന്നു വരുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇലക്ട്രോണിക് യുദ്ധമുറയെ തുടർന്ന് ആണിത് കടൽത്തീരത്ത് പതിച്ചത് എന്ന് യുക്രൈനിയൻ ടെലഗ്രാം ചാനലുകൾ അവകാശപ്പെടുന്നുണ്ട്. സ്ഫോടനത്തെ തൊട്ട് മുൻപ് വെടിശബ്ദം കേട്ടിരുന്നു. അതായത് ഈ ഡ്രോണുകൾ തടുക്കാൻ റഷ്യ ശ്രമിച്ചിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കരിങ്കടലിന് തൊട്ടടുത്തുള്ള ആർക്കിപ്പോ ഓസിപ്പോവ്ക ഗ്രാമത്തിന് സമീപമുള്ള ഒരു കടൽത്തീരത്താണ് ഈ അപകടമുണ്ടായത്. ഒരുപാട് നീളമേറിയ കടൽത്തീരങ്ങളുള്ള ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടെ റഷ്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അവധിക്കാല കേന്ദ്രമാണ്. എന്തായാലും ഇത് ഡ്രോൺ ആക്രമണത്തിന് മുൻപ് മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയിരുന്നില്ല എന്നതും ഒരു വീഴ്ചയായി കാണുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ ജനവാസ മേഖലകളെ കൂടി യുക്രൈൻ ഡ്രോണുകൾ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. കഴിഞ്ഞ 4 വർഷമായി നടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ട പശ്ചാത്തലമുണ്ട്. അതിൽ പ്രധാനമായും സാധാരണക്കാരായ നിരവധി ആളുകൾ യുക്രൈൻ്റെയും റഷ്യയുടെയും സമാധാനം കെടുത്തുകയാണ് ഈ ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത് എന്നാണ് പ്രധാനം.
മറ്റു വാർത്ത, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ നീക്കം ചെയ്തതിൽ ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റ ക്ഷമ ചോദിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും മെറ്റ സിഇഒ മാർക്ക് സക്കൻബർഗ് മാപ്പ് പറയണമെന്നും IT സംബന്ധിച്ച പാർലമെന്ററി സമിതി അധ്യക്ഷൻ നിഷികാന്ത് ദുബെ ആവശ്യപ്പെട്ടു. ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദികളെ കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതുവരെ മെറ്റയുടെ ക്ഷമാപണം മതിയാകില്ല എന്നാണ് നിഷികാന്ത് ദുബെയുടെ നേതൃത്വത്തിലുള്ള IT പാർലമെന്ററി സമിതി വിളിച്ചു ചേർത്ത യോഗം വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ നീക്കം ചെയ്തത് സാങ്കേതിക തകരാറാണെന്ന് മെറ്റ അറിയിച്ചുവെങ്കിലും വിശദീകരണം അപര്യാപ്തമാണെന്ന് സമിതി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ വീഡിയോ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ കഴിയും. 5 മണിക്കൂറോളം അത് നീക്കം ചെയ്യപ്പെട്ടതായി അവർ തന്നെ സമ്മതിച്ചു. പുലർച്ചെ 12:30 മുതൽ 5 മണി വരെ ഉള്ളടക്കം കാണാനില്ലായിരുന്നു. അതിനാൽ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തതിൽ മെറ്റ മേധാവി മാർക്ക് സക്കൻബർഗ് തന്നെ മാപ്പ് പറയണം. അല്ലാതെ ഈ കേസുകൾ പലതും മെറ്റയ്ക്ക് ലഭിക്കുന്ന പല കേസുകളിലും സേഫ് ഹാർബർ പരിരക്ഷ റദ്ദാക്കണമെന്നാണ് ദുബൈ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. രാംഗോപാൽ വർമ്മ ഊർമിള മണ്ഡോദ്കറെ രഹസ്യമായി വിവാഹം കഴിച്ചു എന്ന ഒരു മാധ്യമ പ്രവർത്തകയുടെ തുറന്നു പറച്ചിൽ അതിപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. നിലവിൽ അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം. നേരത്തെ തന്നെ രാംഗോപാൽ വർമ്മ നിരവധി വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രശസ്തനാണ്. ബോളിവുഡ് താരം ഊർമിള മണ്ഡോദ്കറുമായുള്ള വിവാഹമാണ് ഇപ്പോൾ പുതിയ ചർച്ച. മുതിർന്ന മാധ്യമ പ്രവർത്തകയായ ജ്യോതി വെങ്കടേഷാണ് ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. തന്നോട് ഈ കാര്യം പറഞ്ഞത് മെഗാസ്റ്റാർ ചിരഞ്ജീവിയാണ് എന്നാണ് ജ്യോതി പറഞ്ഞു വെക്കുന്നത്. ജ്യോതി രാംഗോപാൽ വർമ്മ ഊർമിള വിവാഹം കഴിച്ചതിനെക്കുറിച്ച് ആരും എഴുതാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം എന്നോട് ചോദിച്ചു. അവർ എപ്പോഴാണ് വിവാഹിതരായത് എന്ന് ചിരഞ്ജീവിയോട് തിരിച്ചു ചോദിച്ചപ്പോൾ ഊർമിളയെ ആന്ധ്രാപ്രദേശിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി രാംഗോപാൽ വർമ്മ വിവാഹം കഴിച്ചുവെന്നാണ് ചിരഞ്ജീവി പറഞ്ഞത് എന്നാണ് ഈ മാധ്യമപ്രവർത്തകർ പറയുന്നത്. എന്ത് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ വിവാഹം നടത്തിക്കൊടുത്ത പൂജാരിയുടെ ഫോൺ നമ്പർ എനിക്ക് തന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പോലും വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഊർമിളയെ താൻ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവർ ഊർമിളയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഊർമിള പൊട്ടിക്കരഞ്ഞു. അവർ കരയാൻ തുടങ്ങി. അവർ പറഞ്ഞത്, എന്നെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചത്. സിനിമാ മേഖലയിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ച കാലം മുതൽ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ എന്നാണ് ഊർമിള പ്രതികരിച്ചത്. രാംഗോപാൽ വർമ്മയും വിളിച്ചു. പക്ഷേ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ സത്യാവസ്ഥ അറിയാൻ വിളിച്ചപ്പോൾ അദ്ദേഹം നോ കമൻസ് എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാണ് ഈ മാധ്യമപ്രവർത്തകർ പറഞ്ഞത്. അതിനുശേഷമാണ് ഇരുവരുടെയും പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തി താൻ ആ വാർത്ത ചെയ്തത്. ഏതായാലും നിരവധി വിജയചിത്രങ്ങൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ടാണ് രാംഗോപാൽ വർമ്മയും ഊർമിളയും നമുക്കറിയാം. പക്ഷേ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം, വിവാഹ ജീവിതത്തെക്കുറിച്ചോ മറ്റോ ഉള്ള പ്രതികരണം ഈ രണ്ടുപേരും ഔദ്യോഗികമായി നൽകിയിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഊർമിള മണ്ഡോദ്കർ മറ്റൊരു വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത്തരം വിവാഹത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചുമൊന്നും രണ്ടുപേരും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. കാവേരി വിഷയത്തിൽ DMK നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കടന്നാക്രമിച്ച് TVK BJP നേതാക്കൾ. കാവേരി വിഷയത്തിൽ മുഖ്യമന്ത്രി മിണ്ടുന്നില്ലെന്നും അദ്ദേഹത്തിന് ആകെയുള്ള ജോലി DMKക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതാണെന്നും ഉദയനിധി പറഞ്ഞപ്പോൾ പ്രവർത്തകർ തൃഷ എന്ന് കൂട്ടത്തോടെ വിളിച്ചതോടെ പ്രസംഗം നിർത്തിയ ശേഷം ഉദയനിധി നടത്തിയ പരാമർശമാണ് വിവാദമായത്. അതൊരു ദ്വയാർത്ഥ പ്രയോഗത്തിന് ഉദയനിധി അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുണ്ട്. അറപ്പുളവാക്കുന്ന പരാമർശമെന്നാണ് TVK MLA രേവന്ത് ചരൺ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ആർക്കെതിരെയും ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ പരാമർശങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. പരാമർശം അക്കൂട്ടരുടെ മനോഭാവവും രാഷ്ട്രീയ സംസ്കാരവും നിലവാര തകർച്ചയും വെളിപ്പെടുത്തുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും തരംതാഴ്ന്ന പ്രവൃത്തിയാണ് എന്നും TVKയുടെ വക്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയ വിമർശനം ഉദയനിധി സ്റ്റാലിനെതിരെ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല, ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് സ്റ്റാലിൻ ഇത് കണ്ടു നിൽക്കുകയാണ്, പ്രതികരിക്കുന്നില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് മാറി സാധാരണക്കാരെ പോലെ പ്രമുഖ വ്യക്തികൾ തങ്ങളുടെ ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്ന കാഴ്ച UAEയിലൊക്കെ സജീവമാണ്. പക്ഷേ ഇപ്പോൾ UAEയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും തൻ്റെ ലണ്ടൻ സന്ദർശനത്തിനിടെ ഒരു റെസ്റ്റോറൻറ്റ് സന്ദർശിക്കുന്ന കാഴ്ച അത് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ്. ഷാങ്ഹായ് മീൽ എന്ന റെസ്റ്റോറൻറ്റിലാണ് അദ്ദേഹം എത്തിയത്. നേരത്തെയും അദ്ദേഹം റെസ്റ്റോറൻറ്റിലെത്തി ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ട്. അവധി ആഘോഷത്തിൻ്റെ ഭാഗമായി UK
അദ്ദേഹം ഉച്ചഭക്ഷണത്തിനായാണ് ഇവിടെ എത്തിയത്. സ്ഥലത്തെത്തിയ ഷെയ്ഖ് മുഹമ്മദിനെ റെസ്റ്റോറന്റ് ജീവനക്കാർ ഊഷ്മളമായി സ്വീകരിച്ചു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഉപഭോക്താക്കളെയും ജീവനക്കാരെയും മറ്റും അദ്ദേഹം വ്യക്തിപരമായി കണ്ട് അഭിവാദ്യം ചെയ്തു. മുൻപും പലതവണ ഈ റെസ്റ്റോറൻറ്റിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ദുബായിലെ ശാഖകളും അദ്ദേഹം സ്ഥിരമായി സന്ദർശനം നടത്തുന്ന ഒരു സംഭവമാണ്. ലണ്ടനിലെ മെയ്ഫറിലാണ് ആഡംബര ഏഷ്യൻ വിഭവങ്ങൾക്ക് പേരുകേട്ട ഈ പ്രശസ്തമായ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ദുബായ് ഭരണാധികാരി ജീവനക്കാരുമായും റെസ്റ്റോറൻറ്റിലെത്തിയവരുമായും സൗഹൃദം പങ്കുവെക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാണ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഊഷ്മളമായ കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല ആളുകൾക്കും പറയാനുള്ളത്. നേരത്തെ യൂസഫ് അലിയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും എളുപ്പത്തിൽ സമീപിക്കാവുന്ന ഒരു ഭരണാധികാരികളിൽ ഒരാളാണ് ഷെയ്ഖ് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പൊതുവെയുള്ള അഭിപ്രായം. മാത്രമല്ല ഷോപ്പിംഗ് മാളുകളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ സാധാരണക്കാരോടൊപ്പം ചെലവഴിക്കാനും അവർക്ക് ഫോട്ടോ എടുക്കാനുമൊക്കെ ഈ കോടീശ്വരനായ ഈ ഭരണാധികാരി സമയം കണ്ടെത്താറുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. പോർച്ചുഗൽ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയും പങ്കാളി ജോർജീന റോഡ്രിഗസും വിവാഹിതരാകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റൊണാൾഡോയുടെ ജന്മസ്ഥലമായ പോർച്ചുഗീസ് ദ്വീപ് മെദീരയിലെ ഫുൻചാൽ ചർച്ചിൽ ശനിയാഴ്ച വിവാഹം നടക്കും എന്നാണ് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട്. വർഷങ്ങളായി ഇവർ ഒരുമിച്ച് കഴിയുകയാണ്. 2025 ഓഗസ്റ്റിൽ ഇവരുടെ വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ശനിയാഴ്ച 3 മണിക്ക് ചർച്ച് ഒരു പ്രധാന ചടങ്ങിന് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. മാത്രമല്ല പള്ളിക്ക് സമീപത്തായുള്ള ആഡംബര ഹോട്ടലായ സവായ് പാലസിൻ്റെ 2 നിലകൾ പൂർണ്ണമായും ബുക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ ഹോട്ടലിലെ ബാർ ഏരിയയും സ്വകാര്യ പരിപാടിക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. സൂപ്പർ താരത്തിൻ്റെ വിവാഹ ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് ഇത് എന്നാണ് അനൗദ്യോഗിക വിവരം. 41 വയസ്സുകാരനായ ക്രിസ്ത്യാനോയും 32 വയസ്സുകാരിയായ ജോർജീനയും 9 വർഷമായി ഡേറ്റിംഗിലാണ്. ഇരുവർക്കും 5 മക്കളുണ്ട്. അൽ നസർ ക്ലബിൻ്റെ താരമായ റൊണാൾഡോ കുടുംബത്തോടൊപ്പം സൗദി അറേബ്യയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. 2016 മാഡ്രിഡിലെ ഒരു ഷോപ്പിൽ വെച്ചാണ് സെയിൽസ് അസിസ്റ്റന്റായ ജോർജീനയെ റൊണാൾഡോ പരിചയപ്പെടുന്നത്. 2017 ജനുവരിയിൽ ഫിഫ ഫുട്ബോൾ പുരസ്കാര വേദിയിൽ ഇരുവരും ഒരുമിച്ചെത്തിയോടെയാണ് ബന്ധം പരസ്യമായത്. പിന്നീട് അവതാരകയായും സംരംഭകയായും വളർന്ന ജോർജീനയെ ഇൻസ്റ്റാഗ്രാമിൽ 76.8 മില്യൺ ആളുകൾ ഇപ്പോൾ പിന്തുടരുന്നുണ്ട്. ജോർജീനയെ പരിചയപ്പെടുന്നതിന് മുൻപ് റഷ്യൻ മോഡൽ ഐറീന ഷൈക്കുമായി റൊണാൾഡോ 5 വർഷത്തോളം പ്രണയത്തിലായിരുന്നു. 2010 റൊണാൾഡോയുടെ മൂത്ത മകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ ജനിക്കുന്നത്. റൊണാൾഡോ ജൂനിയറിന്റെ മാതാവ് ആരെന്ന കാര്യം ഇപ്പോൾ രഹസ്യമാണ്. 7 വർഷങ്ങൾക്ക് ശേഷം വാടക ഗർഭധാരണത്തിലൂടെയാണ് ഇവ മരിയ മദിയോ റൊണാൾഡോ എന്നീ ഇരട്ടക്കുട്ടികൾ ജനിച്ചത്. ജോർജീനയുമായുള്ള ബന്ധത്തിലുണ്ടായ കുട്ടികളാണ് അലന മാർട്ടിനെയും ബെല്ല എസ്ബറാൾഡയും. ബെല്ലയുടെ ഇരട്ട സഹോദരനായ ഏഞ്ചൽ പ്രസവ സമയത്ത് മരണപ്പെട്ടത് റൊണാൾഡോയ്ക്കും ജോർജീനയ്ക്കും വലിയ ആഘാതമായിരുന്നു. കുട്ടികളെയെല്ലാം ഇപ്പോൾ ജോർജീനയാണ് വളർത്തുന്നത്. കൃത്രിമ ഫ്ലേവറുകൾ ഉപയോഗിച്ച് സ്വാദും മണവും ഉണ്ടാക്കി എന്ന ആരോപണത്തിൽ പ്രമുഖ മദ്യ നിർമ്മാണ കമ്പനികളുടെ വിസ്കിയും റമ്മിൻ്റെയും വിൽപ്പന വിലക്കിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് പ്രധാനമായും ഈ ഇൻബ്രൂ ബീവറേജസ്, ഡിയാജിയോ ഇന്ത്യ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ജനപ്രിയ ബ്രാൻഡുകൾക്കാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. തദ്ദേശീയമായി നിർമ്മിച്ച ചില ബാച്ചുകൾക്കാണ് ഈ നിരോധനമെന്നാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. മദ്യത്തിൽ സ്വാഭാവിക സുഗന്ധദ്രവ്യങ്ങൾ ചേർക്കാൻ നിയമപരമായ അനുമതി ഉണ്ടെങ്കിലും റമ്മിനും വിസ്കിക്കും അവയുടെ ഫ്ലേവറുകൾ കൃത്രിമമായി ചേർക്കുന്ന രീതിയാണ് ചില ഡിസ്റ്റിലറി കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. റമ്മിന് റം ഫ്ലേവറോ വിസ്കിയിലേക്ക് വിസ്കി ഫ്ലേവറോ ചേർക്കുന്ന നിർമ്മാണ രീതിക്ക് അന്താരാഷ്ട്ര തലത്തിൽ യാതൊരു അംഗീകാരവുമില്ല എന്ന് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ചൂണ്ടിക്കാട്ടുകയാണ്. കൃത്രിമ ഫ്ലേവറുകൾ ഉപയോഗിക്കുന്നതിലൂടെ സ്വാഭാവിക മെച്ചുറേഷൻ പ്രക്രിയയും മൊളാസസ്, മോൾട്ട്, മുന്തിരി തുടങ്ങിയ സ്വാഭാവിക ചേരുവകളുടെ ഉപയോഗവും കമ്പനികൾ ഒഴിവാക്കുകയാണെന്ന് അതോറിറ്റി കൂട്ടിച്ചേർത്തു. ഇൻബ്രൂ ബീവറേജസിൻ്റെ മധ്യപ്രദേശ് നിർമ്മിക്കുന്ന ബ്ലാക്ക് പെപ്പർ ഡീലക്സ് വിസ്കി, ഓൾഡ് കാസ്ക് ഡീലക്സ്, ട്രിപ്പിൾ-എക്സ് റം എന്നിവയ്ക്കാണ് വിലക്കുള്ളത്. മോഹൻ റോക്കി സ്പ്രിംഗ് വാട്ടറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും പഴക്കമുള്ളതുമായ റം ബ്രാൻഡുകളിലൊന്നാണ് ഓൾഡ് മങ്ക്. ഇത് മഹാരാഷ്ട്രയിൽ നിർമ്മിക്കുന്ന 3 പ്രമുഖ വകഭേദങ്ങൾക്കും വിലക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിവർഷം 45 ലക്ഷത്തിലധികം കേസുകൾ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന ജനപ്രിയ ബ്രാൻഡായ റോയൽ ചലഞ്ച് വിസ്കിക്കും ആൻറ്റിഗ്വിറ്റി ബ്ലൂ എന്നിവയുടെ ചില ബാച്ചുകൾക്കും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പരിശോധനയിൽ ഉൽപ്പന്നങ്ങളിൽ ചേർത്ത കൃത്രിമ ഫ്ലേവറുകളുടെ സാന്നിധ്യം ഗുണനിലവാരമില്ലാത്തതാണെന്ന് വിലയിരുത്തിയാണ് ഈ നടപടി. അതേസമയം വിലക്ക് കമ്പനികളുടെ നിർദ്ദിഷ്ട ഫാക്ടറികൾക്ക് മാത്രമാണോ അതോ രാജ്യവ്യാപകമാണോ എന്നതിൽ അതോറിറ്റി ഇതുവരെ വ്യക്തത വരുത്തിയിട്ടുമില്ല. UPI വഴി EPFO തുക പിൻവലിക്കാനുള്ള സംവിധാനം അടുത്ത 1 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എത്ര രൂപ എങ്ങനെ പിൻവലിക്കാം എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതായത് 75% തുക PF-ലുള്ള UPI വഴി പിൻവലിക്കാം എന്നാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത്.
UPI പ്ലാറ്റ്ഫോം വഴി ക്ലെയിമുകൾ നടത്താൻ അനുമതി നൽകും എന്നാണ് ഇപ്പോൾ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സെൻട്രൽ പ്രോവിഡന്റ് ഫണ്ട് കമ്മീഷണർ രമേശ് കൃഷ്ണമൂർത്തിയാണ് ഈ വിവരം അറിയിച്ചത്. നേരത്തെ പറഞ്ഞ 70% വരെ തുക പിൻവലിക്കാം. ഇന്ത്യയിൽ ഉത്സവ സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായി പണം ആവശ്യമുള്ളവർക്ക് PF തുക ലഭ്യമാക്കാനാണ് ഇപ്പോൾ നീക്കം. ഓൺലൈൻ വഴി മുൻകൂറായി അക്കൗണ്ടിലുള്ള ബാലൻസിന്റെ 75% പിൻവലിക്കാം. മൊത്തം ബാലൻസിന്റെ കുറഞ്ഞത് 25% അക്കൗണ്ടിൽ നിർബന്ധമായി നിലനിർത്തണം എന്നാണ്. മുമ്പേ 1 ലക്ഷം രൂപയായിരുന്നു ഓട്ടോമാറ്റിക് ക്ലെയിം സെറ്റിൽമെന്റ് പരിധി. അത് 5 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ വരെയുള്ള ക്ലെയിമുകൾ KYC പൂർണ്ണമാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടലോ തൊഴിലുടമയുടെ അനുമതിയോ ഇല്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി സ്വയമേ പ്രോസസ് ചെയ്യാം എന്നാണ് ഇതിൻ്റെ ഒരു മെച്ചം. ഇതിലൂടെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ UPA ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ ഇത് നേരിട്ടെത്തും. അതായത് വലിയ ആശ്വാസകരമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഓൺലൈൻ വഴി PF പൈസയ്ക്കൊക്കെ അപ്ലൈ ചെയ്താൽ ഒരാഴ്ചയൊക്കെ സമയമെടുത്താണ് പ്രധാനമായും ഇത് കിട്ടുക. ഇതിന് ചില പ്രധാന രീതികളുണ്ട്. ഒമാങ് ആപ്പ് അല്ലെങ്കിൽ EPO പോർട്ടൽ സന്ദർശിക്കുക. ഒമാങ് ആപ്പ് അല്ലെങ്കിൽ EPO പോർട്ടലിൻ്റെ മെമ്പർ സേവാ പോർട്ടൽ തുറക്കുക. UAN ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ക്ലെയിം ഫോം 31, 19, 10C ഇവയിലൊന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം റേസ് ക്ലെയിം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. UPI ID തിരഞ്ഞെടുക്കുക. ബാങ്ക് ട്രാൻസ്ഫറിന് പുറമെ പുതുതായി നൽകുന്ന ഭീം UP പേയ്മെൻറ്റ് അഡ്രസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആവശ്യം തിരഞ്ഞെടുത്ത് OTP നൽകുക. പണം പിൻവലിക്കാനുള്ള കാരണം എന്താണ്? അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആകാം, ഹൗസിംഗ് തുടങ്ങിയവയാകാം. അത് തിരഞ്ഞെടുത്ത് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകി അപേക്ഷ പൂർത്തിയാക്കുക. പുതിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ലളിതമാകും, കാര്യക്ഷമമാകും. വരിക്കാർക്ക് പ്രോവിഡന്റ് ഫണ്ട് തുക ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നേരിട്ട് പിൻവലിക്കാനുള്ള സൗകര്യം വരും. ഒപ്പം ഇതൊക്കെ വലിയ നേട്ടമായി ഇപ്പോൾ PF ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്ന്. ഈ നേരിട്ടുള്ള ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന രീതി കഴിഞ്ഞ കുറേ നാളായി ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ ഈ സംവിധാനം നിലവിൽ വരും എന്നാണ് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് നികുതി നൽകിയ കമ്പനിയായി മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് മാറിയിരിക്കുകയാണ്. 25,707 കോടി രൂപയാണ് ടാക്സ് അടച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസ്. രണ്ടാമത് ടാറ്റയാണ്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട 1-ാം സ്ഥാനത്ത് മുകേഷ് അംബാനി റിലയൻസ്, 2-ാം സ്ഥാനത്ത് ടാറ്റ. റിലയൻസ് ഇൻഡസ്ട്രീസ് നേരത്തെ പറഞ്ഞപ്പോൾ തുക നൽകിയിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കുന്ന ഒരു കമ്പനിയായി ഇത് മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന്, നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള കമ്പനി കൂടിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് മനസ്സിലാക്കണം. കൂടുതൽ നികുതി നൽകിയ രണ്ടാമത്തെ കമ്പനി ടാറ്റയാണ്. റീറ്റെയിൽ, ഡിജിറ്റൽ, ഫിനാൻഷ്യൽ, ഗ്രീൻ എനർജി, ടെലികോം, റിഫൈനിങ് അടക്കം വിവിധ മേഖലകളിൽ റിലയൻസ് കരുത്തുറ്റ സാന്നിധ്യമായി തുടരുകയാണ്. ഈ ബിസിനസ്സുകളിൽ നിന്നെല്ലാം കമ്പനിക്ക് വരുമാനമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം നികുതിയായി മാറുകയും ചെയ്തതോടെയാണ് ഇത്ര വലിയ ഒരു തുക ടാക്സായി ഇന്ത്യൻ സർക്കാരിന് നൽകിയിരിക്കുന്നത്. ടാറ്റ നൽകിയിരിക്കുന്നത് ഏതാണ്ട് 15,898 കോടി രൂപയാണ് നികുതി. 3-ാം സ്ഥാനത്ത് വേദാന്തയാണ് 12,826 കോടി. HDFC ആണ് 4-ാം സ്ഥാനത്ത്. അവർ നൽകിയ നികുതി 11,122 കോടിയാണ്. ഇൻഫോസിസ് ആകട്ടെ 9,740 കോടിയും ITC 6,389 കോടിയും കൊഡാക് മഹീന്ദ്ര 5,887 കോടി രൂപയും നികുതിയായി നൽകി. HCL ടെക്നോളജീസ് 5,257 കോടിയും ലാർസൻ ആൻഡ് ട്യൂബ്രോ 4,947 രൂപയും ബജാജ് ഫിനാൻസ് 4,858 കോടി രൂപയും ഇന്ത്യൻ സർക്കാരിന് ടാക്സായി നൽകി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവരൊക്കെ റിലയൻസ് അടക്കമുള്ള കമ്പനികൾ സുതാര്യമായി നികുതി സംവിധാനത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്ന കമ്പനികളുമാണ്. ബ്രസീലുകാരനായ ഒരു ഹോസ് സലോമി, 39 വയസ്സുകാരനാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നോസ്ട്രഡാമസ് എന്നാണ് ഇയാളെ വിശേഷിപ്പിക്കപ്പെടുന്നത്. 2026 താൻ നടത്തിയ പ്രധാന പ്രവചനങ്ങളിൽ 2 എണ്ണം ഇതിനകം യാഥാർത്ഥ്യമായി എന്നാണ് ഇപ്പോൾ ഇയാൾ അവകാശപ്പെടുന്നത്. 3-ാമത്തെ ഒരു സംഭവത്തിനായി ലോകം തയ്യാറെടുക്കണമെന്നും ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലമുണ്ട്. 2026 നടക്കുമെന്ന് പ്രവചിച്ച 2 കാര്യങ്ങൾ നടന്നു. 3-ാമത് നടക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും തലപുകഞ്ഞ് ചിന്തിക്കുന്നത്. നേരത്തെ COVID-19 മഹാമാരിയും എലിസബത്ത് രാജ്ഞിയുടെ വിയോഗവും ഒക്കെ പ്രവചിച്ചിലൂടെ ശ്രദ്ധ നേടിയ ആളാണ് സലോമി എന്ന് ഓർക്കണം. ഈ വർഷത്തെ തൻ്റെ പ്രവചനങ്ങളിൽ ഒന്ന് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആണവ വികസനവുമായി ബന്ധപ്പെട്ട സംഘർഷമായിരുന്നു. അത് മൂർച്ഛിക്കുമെന്നും യുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് അത് മാറും എന്നും ഇദ്ദേഹം പ്രവചിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. രണ്ടാമത്തേത് 2026 ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ ചാമ്പ്യന്മാർ തീയുടെ നിറത്തിലുള്ള ജേഴ്സി അണിയുന്നവരായിരിക്കും എന്ന ഉള്ള പ്രവചനം അതും യാഥാർത്ഥ്യമായി എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. സ്പെയിൻ ലോകകപ്പ് നേടുമെന്ന്
ഇതുമായി ബന്ധപ്പെട്ട് താൻ പ്രവചിച്ചിരുന്നുവെന്നും അത് യാഥാർത്ഥ്യമായെന്നും പറയുകയാണ്. എന്നാൽ തുടക്കത്തിൽ പല രാജ്യങ്ങളുടെയും പേരുകൾ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നുവെന്ന് വിമർശകർ പറയുന്നുണ്ട്. പ്രവചിച്ച 2 സംഭവങ്ങളും യാഥാർത്ഥ്യമായതോടെ ആർട്ടിക് സർക്കിളിൽ റഷ്യയും നാറ്റോയും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലാകുന്ന മൂന്നാമത്തെ പ്രവചനത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഇപ്പോൾ സലാമി പങ്കുവെക്കുന്നത്. ഈ മേഖലയിൽ സൈനിക വിന്യാസം വർദ്ധിച്ചു വരുന്നതിനാൽ സ്ഥിതിഗതികൾ നേരിട്ടുള്ള ഒരു ആഗോള സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്ന് സലാമി ഭയപ്പെടുന്നുണ്ട്. റഷ്യ ആർട്ടിക്കിലെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലേക്ക് മിസൈൽ സംവിധാനങ്ങൾ നീക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയാണ്. അങ്ങനെ 2026 തൻ്റെ മൂന്നാമത്തെ പ്രവചനം അത് നാറ്റോയുമായുള്ള റഷ്യയുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരിക്കും എന്നാണ് സലോമി ഇപ്പോൾ പറയുന്നത്. ഇടവേള. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കുന്നു. ഇത്തവണത്തെ പ്രളയം അത് വല്ലാതെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. മുൻവർഷങ്ങളിലെ പ്രളയത്തിൽ നിന്നും കേരളം ഒന്നും പഠിച്ചില്ല എന്നാണ് ഈ പാഠങ്ങൾ വ്യക്തമാക്കുന്നത്. ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒരു മുന്നൊരുക്കവും നടത്തിയില്ല. സംസ്ഥാനം ഇന്ന് നൽകുന്നത് ആ ഗുരുതര വീഴ്ചയുടെ വലിയ വിലയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 2018-19 വർഷത്തിലെ വൻ പ്രളയം നമ്മുടെ മുന്നിലൊരു നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് മാതൃകയാക്കിക്കൊണ്ട് അതിനല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട പശ്ചാത്തലമൊക്കെ നമ്മുടെ സർക്കാരുകൾക്കുണ്ടായിരുന്നു. വെള്ളം ക്രമാതീതമായി കയറിയ സ്ഥലങ്ങൾ, പെയ്ത മഴയുടെ തോത്, വെള്ളം ഒഴുകാനുള്ള സംവിധാനങ്ങൾ, നദികളിലടിഞ്ഞ മണ്ണിൻ്റെ അളവ് എന്നിവയെക്കുറിച്ചൊക്കെ എന്ത് കണക്കാണ് സംസ്ഥാനത്തിൻ്റെ പക്കലുള്ളത് എന്ന ചോദ്യവും ഇപ്പോൾ ബാക്കിയാവുകയാണ്. 2018 പ്രളയത്തിന് ശേഷം എന്തെങ്കിലും തയ്യാറെടുപ്പോ മുൻകരുതലോ സ്വീകരിച്ചിരുന്നോ എന്ന ചോദ്യമാണ് ഈ പ്രളയ ദുരിതം അനുഭവിക്കുന്നവർ മുന്നോട്ട് വെക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിദഗ്ധർ പറയുന്നതും. കൃത്യമായ കണക്കുകൾ കൈവശമില്ലാത്തത് രക്ഷാദൗത്യത്തെ സാരമായി ബാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കി ശാസ്ത്രീയ പഠനങ്ങളും കണക്കുകളും ദുരന്ത നിവാരണത്തിന് അനിവാര്യമാണെന്നിരിക്കെ അതിനായി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നും പരിസ്ഥിതി വിദഗ്ധർ ചോദിക്കുകയാണ്. കണക്കുകളും പഠന റിപ്പോർട്ടുകളും പ്രാദേശിക തലത്തിലേക്ക് കൈമാറി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരുന്നു. അത് ചെയ്തില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻപ് പ്രളയമുണ്ടായ അതേ സ്ഥലങ്ങൾ മുങ്ങിയത് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ്. 2018 മഹാപ്രളയം, 2019 പ്രളയം, 2020 പെട്ടിമുടി ദുരന്തം, 2021 ഉരുൾപൊട്ടലുകൾ, 2024 വയനാട് ദുരന്തം, ഇപ്പോൾ 2026 പ്രളയ ഭീഷണിയാണ്. മഴ കുറഞ്ഞിട്ടും ദുരന്തങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മഴയേക്കാൾ വലിയ മറ്റെന്തോ കാരണമുണ്ടായിരിക്കണം. വെള്ളപ്പൊക്ക ദുരന്തം ഒരു സംവിധാനത്തിൻ്റെ പരാജയമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെട്ടെന്നുണ്ടായ ഈ വെള്ളപ്പൊക്കം മുൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഏറെ കൊട്ടിഘോഷിച്ച റൂം ഫോർ റിവർ എന്ന പദ്ധതിയെക്കുറിച്ച് വീണ്ടും ജനങ്ങൾക്കിടയിൽ ചർച്ചയുണ്ടാകാൻ കാരണമായിരിക്കുകയാണ്. വളരെ ഗൗരവമായ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുകയാണ്. 2018 പ്രളയത്തിന് ശേഷം ഒരു യൂറോപ്യൻ ട്രിപ്പിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം നെതർലാൻഡ് സന്ദർശിക്കുകയാണ്. പ്രളയ ലഘൂകരണത്തിനായി റൂം ഫോർ റിവർ പദ്ധതി നടപ്പിലാക്കുമെന്ന് 2019 പ്രഖ്യാപിക്കുകയാണ്. അതായത് നെതർലൻഡ്സിന്റെ മാതൃകയാണ് അവർ തേടുന്നത്. എന്നിരുന്നാലും 2019 4.5 കോടി രൂപ വകയിരുത്തിയിട്ടും പദ്ധതി ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പശ്ചാത്തലം. പ്രളയ ലഘൂകരണത്തിനായി IIT ചെന്നൈ നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതാ പഠനങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് ഈ വർഷം ആദ്യം നിയമസഭയിൽ മുൻ LDF സർക്കാർ തന്നെ വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പമ്പാ നദി വഴി ആറന്മുള, റാന്നി പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ട കുട്ടനാട് മേഖലയായിരുന്നു പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുണ്ടായ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം പ്രളയ ലഘൂകരണ പദ്ധതി വേഗത്തിലാക്കാത്തതിന് മുൻ LDF സർക്കാരിനെ തന്നെ വീണ്ടും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. എന്താണ് ഈ റൂം ഫോർ റിവർ പദ്ധതി എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. അത് പ്രതിസന്ധികളെ അതിജീവിക്കാനും ഭാവിയിലെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി നിലനിൽക്കാനും കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് നെതർലൻഡ്സ് നടത്തിയത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാനും
ഭാവിയിലെ ജലവിനിയോഗ ആവശ്യങ്ങൾ നിറവേറ്റാനും സജ്ജമാക്കിക്കൊണ്ട് രാജ്യത്തെ നദീപ്രദേശങ്ങളുടെ സുസ്ഥിരത ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നെതർലാൻഡ്സിലെ നദികൾക്ക് രാജ്യത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നദികൾ ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഈ വെല്ലുവിളികളെ നേരിടുന്നതിനായി ഭാവിക്ക് അനുയോജ്യമായ രീതിയിൽ നദീപ്രദേശങ്ങളെ സംരക്ഷിക്കാൻ നെതർലാൻഡ്സ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനനുസരിച്ചുള്ള പദ്ധതിയാണ് അവർ മുന്നോട്ട് വെച്ചത്. റൂം ഫോർ റിവർ എന്ന മുൻ പദ്ധതിയോട് തുടർച്ചയായി ഇപ്പോൾ റൂം ഫോർ റിവർ 2.0 അവർ ആരംഭിച്ചു കഴിഞ്ഞു. നദികളുടെ 5 പ്രധാന പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജലമൊഴുക്ക് അഥവാ വാട്ടർ ഡിസ്ചാർജ്, ജലഗതാഗത യോഗ്യത അഥവാ നാവിഗബിലിറ്റി, ശുദ്ധജല ലഭ്യതയും കുടിവെള്ള വിതരണവും, പ്രകൃതിയും പാരിസ്ഥിതിക ജലഗുണ നിലവാരവും, പ്രാദേശിക സമ്പത്തിന്റെ വികസനവും, സ്ഥലവിനിയോഗ ഗുണനിലവാരവും ദേശീയ സർക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളും തമ്മിലുള്ള സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് വാട്ടർ മാനേജ്മെന്റ് മന്ത്രാലയം, കൃഷി മത്സ്യബന്ധന ഭക്ഷ്യസുരക്ഷാ പ്രകൃതി മന്ത്രാലയം, ഭവന സ്ഥലവിനിയോഗ ആസൂത്രണ മന്ത്രാലയം, വാട്ടർ ബോർഡുകൾ, പ്രവിശ്യകൾ, മുനിസിപ്പാലിറ്റികൾ, ഡെൽറ്റ കമ്മീഷണർ ഇവർ ഇതിൽ പങ്കാളികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇത്തരം പദ്ധതികൾ വളരെ കാര്യക്ഷമമായി നെതർലാൻഡ്സിൽ നടപ്പിലാക്കുന്നു. നമ്മുടെ ഭരണാധികാരികൾ അവിടെ പോയി ഇത് പഠിച്ചിട്ട് ഇവിടെ നടപ്പിലാക്കുമെന്ന് പറയുന്നു. പണം ഇതിനായി മുടക്കുന്നു. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. നമ്മുടെ ജനങ്ങളാകട്ടെ ഇപ്പോഴും വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുകയാണ്. ഇതാണ് ദീർഘവീക്ഷണമില്ലായ്മയുടെ ഫലം. അതായത് മുൻ LDF സർക്കാരിൻ്റെ റൂം ഫോർ റിവർ പദ്ധതി ഇപ്പോഴും ജനം പുച്ഛത്തോടെ ചർച്ച ചെയ്യുന്നതിൻ്റെ പിന്നിലും ഇതാണ്. കാലവർഷം കടത്തോടെ കാസർഗോഡ് കടലാക്രമണം രൂക്ഷം. ഇതിനോടകം നിരവധി വീടുകൾ കടലെടുത്തു. കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ആ വാർത്തയോടെ 9 മണി പൂർത്തിയാവുകയാണ്. നമസ്കാരം. കാസർഗോഡ് ജില്ലയിൽ കടലാക്രമണ ഭീഷണി രൂക്ഷമാണ്. മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ 80 കിലോമീറ്ററിലാണ് കാസർഗോഡ് ജില്ലയിൽ തീരദേശം നീണ്ടുകിടക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കടൽ ഭിത്തി ഇല്ല എന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടലെടുത്തിട്ടുണ്ട്. മാത്രമല്ല നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. പലരുടെയും സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതോടൊപ്പം തെങ്ങുകൾ ഉൾപ്പെടെ വലിയ തോതിൽ കൃഷിനാശവും ഈ ഒരു തീരപ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് ആവശ്യത്തിനുള്ള പുനരധിവാസം അത് വളരെ വേഗത്തിൽ ഉണ്ടാവുന്നില്ല എന്നാണ് ഏറ്റവും വലിയ ആക്ഷേപം. പലപ്പോഴും വീടുകൾ കടലാക്രമണത്തിൽ തകരുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാർ ഒന്നടങ്കം എത്തുന്നു, ആശ്വാസ വാക്കുകൾ നൽകുന്നു, ഇവർക്ക് താൽക്കാലികമായ താമസ സൗകര്യം ഒരുക്കുന്നതല്ലാതെ അതിനപ്പുറം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നൊരാക്ഷേപമാണ് ഉയർന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ പ്രധാനമായും തൈക്കടപ്പുറം, അതുപോലെ തന്നെ കുമ്പള, മുസോടി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം രൂക്ഷമായ കടലാക്രമണമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ വർഷം നേരത്തെയൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ കടലാക്രമണ ഭീഷണിയാണെന്നാണ് ആളുകൾ പറയുന്നത്, പ്രദേശവാസികൾ പറയുന്നത്. പലരും ഇതിനോടകം തന്നെ തീരപ്രദേശങ്ങളിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെ നിരവധി വീടുകളാണ് കടലെടുത്തിട്ടുള്ളത്. അതോടൊപ്പം നിരവധി വീടുകൾ ഏത് സമയത്തും കടലെടുക്കുമെന്ന ഒരു അവസ്ഥയിലാണുള്ളത്. എന്തായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യമാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. കടൽ നയിച്ച് ജീവിക്കുന്ന കൂട്ടക്കാരാണ്. ഇവിടെ 4 ദിവസമായത് ഈ വീട് വീണിട്ട്. തൊട്ടടുക്ക ഇപ്പോൾ 2-3 വീട് അപകടത്തിലുണ്ട്. ഞങ്ങൾ എവിടെ പോകണം? ഞങ്ങൾ ഇതേ ഫീൽഡിൽ നയിച്ചിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഇതിലേ ആവണം ഞങ്ങൾക്ക്. ഇപ്പോൾ ഫിഷറീസ് ഗവൺമെൻറ് പറയുന്നത് 10 ലക്ഷം രൂപ തരുന്നു. നിങ്ങൾ പോയി ഈ 10 ലക്ഷത്തിൽ സ്ഥലം കിട്ടുമോ അല്ല വീട് കെട്ടാമോ? ഞങ്ങൾക്ക് എന്ത് പറ്റില്ല. ഇതിൽ ഒരു 25 ലക്ഷം റുപ്യ ടെൻഡർ പാസ്സാക്കിയെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീടും സ്ഥലമായിട്ട് ആക്കാം. അതല്ലാതെ എന്ന് മറ്റു ചെല്ലി വേറെ എന്താക്കും കയ്യല്ല ഞങ്ങൾ ഇതേ ഫീൽഡിലുള്ളവർ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയി ഈ ഉള്ള വീട്ടുകാർക്ക് ഞങ്ങൾ ഒരു ശാശ്വത പരിഹാരം ഇവിടെ കാണണമെന്ന് ഞങ്ങൾ പറയുന്നു. രാവിലെ തുടങ്ങിയിടാം. അപ്പോൾ ഏച്ചിൻ്റെ വലിയേച്ചിൻ്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞ് എല്ലാം സാധനം കാലിയാക്കണം, ഇപ്പോൾ വീട് പോവും, പിന്നെ കാലിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം സാധനം അന്നേ കാലിയാക്കി. ദുരന്തമുണ്ടായിട്ട് കണ്ണു തുറക്കുന്നതിന് പകരം ഇവർക്ക് കൃത്യമായ ഒരു കണക്കെടുത്ത് എത്ര വീടുകൾ ഇതോടൊപ്പം ഇങ്ങനെ കടലാക്രമണ ഭീഷണി നേരിടുന്നുണ്ട് ഭാവിയിൽ എന്നത് സംബന്ധിച്ച് ഒരു കണക്കെടുത്ത് പുനരധിവാസം നടപ്പിലാക്കണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. പലയിടങ്ങളിലും ഇവർക്കിപ്പോൾ ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ട്രോളിംഗ് നിരോധനം ഒരു ഭാഗത്താണ്, അതിനോടൊപ്പമാണ് ഇത്തരത്തിൽ കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥ. എന്തായാലും ദിവസങ്ങളോളമായി ഇത്തരത്തിൽ ഇവർക്ക് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നു. നമുക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ
കേരളത്തിൻ്റെ സൈന്യമെന്നാണ് മത്സ്യത്തൊഴിലാളികളെ, കടലിൻ്റെ മക്കളെ വിശേഷിപ്പിച്ചിരുന്നത്. അവർക്ക് ഒരു ദുരിതം വരുമ്പോൾ അവരെ കൈത്താങ്ങ് നൽകേണ്ടത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഇതിൽ കൃത്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണമെന്നൊരു ആവശ്യം ഉയരുന്നു. ഇവർക്ക് സമാധാനമായി കിടന്നിറങ്ങാനുള്ള ഒരു വീട്, അതോടൊപ്പം ഇവർക്ക് ജോലി ചെയ്യാനുള്ള കൃത്യമായ അവസരം, പ്രത്യേകിച്ച് ഹാർബറൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒന്നും പ്രവർത്തനം അത് കൃത്യമല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നില്ല മത്സ്യത്തൊഴിലാളികൾ എന്ന ഒരു പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു കടലാക്രമണം നേരിട്ടപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം ഇവരെ കാണാനെത്തുന്നു. പക്ഷേ അതിനുമപ്പുറം ശാശ്വതമായൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18.